ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് എടുത്തേക്കുന്ന ഒരു കായ എടുത്തിട്ടുണ്ട്, ഒരു 150 ഗ്രാമോളം ചേന എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ 1/4 കപ്പ് കടല തലേദിവസമേ കുതിർത്തി വെച്ചിട്ടുണ്ട്. കടലപ്പരിപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്. കടലയാണ് സാധാരണ കുക്കറിൽ കണ്ടുവന്നിരിക്കുന്നത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നിൽക്കുന്നതനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാൻ വെക്കുക കേട്ടോ. കടലയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു 4 വിസിലോളം വിളിച്ചിട്ടുണ്ട്. കടലയുടെ വേവ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും വിസിലിന്. ഒരുപാട് വെന്തുടഞ്ഞ് പോകണ്ട കേട്ടോ കടല. അപ്പോൾ ഞാനൊരു 4 വിസിൽ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഞാൻ ആ കഷ്ണങ്ങളും കൂടി ഇടുക. ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിരിക്കുന്ന കായയും ചേനയും ക്യാരറ്റും കൂടി ഇട്ടിട്ട് വേവിക്കുക. ഞാനത് കഷ്ണങ്ങൾ ഇട്ടിട്ട് ഞാനൊരു 2 വിസിൽ വിളിച്ചു. എന്നിട്ട് ഞാൻ വിസിൽ തുറന്ന് കളഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ അതനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. കടല ആദ്യം വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ കടല അതിൽ നിന്ന് കോരി മാറ്റിയിട്ട് ആ വെള്ളത്തിൽ കഷ്ണങ്ങൾ വേവിക്കുക. കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേവിക്കുക കേട്ടോ. എരിവിന് വേണ്ടി മുളക് പൊടിയും കുരുമുളക് പൊടിയാണ് ഇതിൽ ചേർത്തേക്കണത്. അപ്പോൾ ഇതൊരു 2 വിസിൽ വിളിച്ചിട്ട് ഞാൻ വിസിൽ തുറന്ന് കളയുക ചെയ്തത്, വെന്തുടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അരപ്പിനായിട്ട് നമ്മൾ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം നമ്മളിതിൽ മൊത്തമായിട്ട് എടുക്കുന്നുണ്ട്. അതിലൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ട് നമ്മളിതിൽ അരവിൽ ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ഫൈനായിട്ട് തേങ്ങ അരയണ്ട, ഒരു ചെറിയ രീതിയിൽ അരഞ്ഞെടുത്ത് കിട്ടിയാൽ മതി. നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞ് പോകണ്ട, എന്നാൽ വേവ് വേണം കേട്ടോ. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കണം. നാളികേരം ചേർത്തിട്ട് അതൊന്ന് കുക്കാവണം കേട്ടോ. അരപ്പും ഇതും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് നല്ലോണം എല്ലാം ഇളക്കിയിട്ടൊന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. നമ്മുടെ അരപ്പ് നല്ലോണം വേവുന്ന രീതിയിൽ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങ വറുത്ത് ചേർക്കണം. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് നാളികേരം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചേർത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കൂട്ടുകറിയിൽ കൂടുതലും തേങ്ങ വറുത്തിട്ടാണ് കൂടുതൽ ചേർക്കുന്നത്. അതാണ് അരവിന് നമ്മൾ 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. ഒരു 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. നല്ലോണം വറുത്തെടുക്കുക കേട്ടോ. കരിഞ്ഞ് പോവാണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വറുത്തെടുക്കുക. ഏകദേശം നമ്മുടെ അരപ്പപ്പുറത്ത് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളും അരപ്പും കൂടിയിട്ട് വെന്ത് ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മുടെ നാളികേരവും ഇപ്പുറത്ത് വറുത്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ബാക്കി ജീരകം, 1/2 ടീസ്പൂണിൻ്റെ നമ്മൾ 1/4 ടീസ്പൂൺ കുറച്ച് എടുത്തിട്ടുള്ളൂ അരവിന്, ബാക്കിയുള്ള ജീരകം കൂടി ചേർത്തിട്ട് നല്ലോണം ഇത് മൂപ്പിച്ചെടുക്കുക. മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ കഷ്ണങ്ങൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കൂട്ടുകറിയിൽ തേങ്ങ വറുത്തിടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇടുക, അരവിനേക്കാളും കൂടുതൽ. പിന്നെ അതേപോലെ കഷ്ണത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കണമായിരുന്നു. അത് വെന്ത് അരപ്പ് കൂട്ടുന്ന സമയത്ത് ചേർക്കണമായിരുന്നു. ഞാൻ മറന്നു പോയതുകൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്താലാണ് കറിക്കൊരു കറക്റ്റ് ടേസ്റ്റ്, സദ്യ സ്റ്റൈലിൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ടൈപ്പ് കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വറവ് ഇട്ട് കൊടുക്കണം കേട്ടോ. വറവിനായിട്ട് ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇട്ട് നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂട്ടുകറിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ഒരളവിൽ ഈ കറി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് കൂടുതൽ പേർക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ എടുത്തേക്കുന്ന അളവൊക്കെ ഒന്ന് കുറച്ചും കൂടി കൂട്ടിയെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഒരു 10 പേർക്കുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.